കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച വിശപ്പുരഹിത ആശുപത്രി പദ്ധതി വിജയകരമായ 2 വർഷങ്ങൾ പൂർത്തിയാക്കി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോളും കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികളുമാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസേന 3 നേരവും സൗജന്യമായി ഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത ആശുപത്രി പദ്ധതി. വിശപ്പടക്കാതെ ചികിത്സ പോലും പൂർണ്ണമാകില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് പദ്ധതി രൂപം കൊണ്ടത്. നൂറുകണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമായി മാറിയ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോളും കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികളുമാണ്. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എന്നിങ്ങനെ ആകെ 1,70,000 പ്ലേറ്റ് ഭക്ഷണം ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ജന്മദിനം, വിവാഹവാർഷികം, ഓർമ്മദിനം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഈ പദ്ധതിയുമായി സഹകരിക്കുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. സർക്കാർ ആശുപത്രി ചികിത്സയ്ക്ക് മാത്രമല്ല, കരുതലിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും ഇടമാകണമെന്ന സന്ദേശമാണ് പദ്ധതി സമൂഹത്തിന് നൽകുന്നത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ പ്രോജക്റ്റ്. ഇങ്ങനെ ഏകദേശം നമ്മുടെ റിക്വയർമെന്റിന്റെ 1/3 ഭാഗം ഇങ്ങനെ സ്ഥിരമായി സ്പോൺസർ ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യർ അവരുടെ കുഞ്ഞുങ്ങളുടെ ജന്മദിനങ്ങളും മാതാപിതാക്കളുടെ ഓർമ്മ ദിനങ്ങളൊക്കെ നമ്മുടെ രോഗികളോടൊപ്പം ആഘോഷിച്ചിട്ടാണ് ബാക്കിയുള്ള റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 വർഷം നമ്മൾ പൂർത്തീകരിച്ചു. നമ്മുടെ പാവപ്പെട്ട രോഗികൾക്കും ആദിവാസികൾ ഉൾപ്പെടെ കൂലിപ്പണിക്കാരുൾപ്പെടെ ഒരുപാട് പേർക്ക് വലിയ സഹായമാണ് ഈ ആഹാര വിതരണ പദ്ധതി. സാധാരണക്കാരായ നിരവധി പേരാണ് പദ്ധതിയിലൂടെ ആശ്വാസം കണ്ടെത്തുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരാഴ്ചയായി ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. കാര്യം വയ്യാതെ വന്നതാണ്. ഇവിടെ വന്ന അന്ന് മുതൽ ഭക്ഷണം കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ 3 നേരത്തെ ഭക്ഷണം കിട്ടുന്നുണ്ട്. വിശപ്പ് എന്നാന്ന് ഇവിടെ വന്നേ പിന്നെ അറിഞ്ഞിട്ടില്ല. എല്ലാം ഒരു സാധനം ഞങ്ങൾ കാശ് കൊടുത്ത് വായിക്കലില്ല, ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത്. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവരാരും വിശന്നിരിക്കാൻ പാടില്ല എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.